ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ വെക്കേഷനൊക്കെ അല്ലേ? വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി? എല്ലാവർക്കും ട്രിപ്പൊക്കെ പോവാറുണ്ടോ? എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. ഇതെന്താണ് സാധനം എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായത്. എന്താലേ ഓരോരുത്തർ കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ മുന്നേ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഗിവ് അവേ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഗിവ് അവേയുടെ ഗിഫ്റ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. അതൊന്നും എത്താനുള്ള ടൈം എത്തിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഗിവ് അവേ ഇടും. ഡോണ്ട് വെറി, നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇത് എങ്ങനെയുണ്ട് ഉണ്ടാക്കാനെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാനൊരു ഡോണറ്റ് തീമിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. A4 ഷീറ്റ് എടുത്ത് അതിൻ്റെ സെൻട്രൽ പാർട്ടീഷനിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഒരു ഡോണറ്റിൻ്റെ പിക്കൊക്കെ വരച്ചു കൊടുത്തു. ഡോണറ്റിൻ്റെ പിക്ക് വരച്ചപ്പോൾ എന്താ അറിയില്ല, പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഇറേസ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി, എൻ്റെ ഒരു കഴിവേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഡോണറ്റ് എന്ന് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായില്ല. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല. അവസാനം ഒരുവിധം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സെറ്റാക്കി എടുക്കണമല്ലോ. പിന്നെ ശരിക്കും ഈ ഒരു ബ്ലൈൻഡ് ബാഗൊക്കെ ASMR വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ASMR വെച്ച് ചെയ്യുന്നവരൊക്കെ ശരിക്കും സമ്മതിക്കണം. എൻ്റെ വീട്ടിലൊക്കെയാണ് ASMR നിൽക്കുന്നുണ്ട്. എന്തൊക്കെ സൗണ്ട് ആ സൈഡിൽ കൂടെ ഉണ്ടാവുക. കോഴി, കാക്ക, പൂച്ച അതൊരു സൈഡിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കും. അതിനൊപ്പം തന്നെ വീട്ടിലെ കുറച്ച് അൽക്കുലത്ത് സൗണ്ടുകളും വേറെയും കേൾക്കും. എനിവേ, എന്തായാലും നമ്മുടെ ഡോണറ്റിൻ്റെ ഫ്രണ്ട് പേജാണ് നമ്മളിപ്പോൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. ഡോണറ്റ് എന്ന് എഴുതിയിട്ട് അതിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തു. പിന്നെ കളറൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അലങ്കാരപ്പണികൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. സൈഡിൽ കൂടെ പറ്റുന്നത്ര എന്തൊക്കെയോ അതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് കളറൊക്കെ ഒന്ന് കൊടുത്ത് ഡോണറ്റിനെയും ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇതൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കാരണം ആൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ എന്നെ തന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഈ ഡോണറ്റിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. എന്തൊക്കെയോ സ്പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ എപ്പിക്ക് കോമണ്, അങ്ങനെയല്ല, കോമണ് എപ്പിക്ക് ഒരു മിനിറ്റ്, അതായത് ഫസ്റ്റ് കോമണ്, റെയർ, എപ്പിക്ക്, ലെജൻഡറി. ഈ അക്ഷരസ്ഫുടത തീരെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ മ്യൂസിക് വരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കോഴികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കാക്ക വരും, പിന്നെ അത് കഴിഞ്ഞ് പൂച്ച വരും. എന്തൊക്കെയാണ്. ഏതായാലും നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫ്രണ്ട് പേജൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡും അവിടെ ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ക്വിഷ് വേണം. ബർഗറല്ല, എന്തായിരുന്നു, ഡോണറ്റിൻ്റെ സ്ക്വിഷ് വേണം. അപ്പോൾ ഡോണറ്റിൻ്റെ ഒരു ഷേപ്പ് അതിൽ വരച്ചു കൊടുത്ത് അത് അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 എണ്ണം വേണം. നമുക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വേണമല്ലോ. അപ്പോൾ ആ ഒരു സെയിം ഷേപ്പിൽ 2 ഡോണറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിന് ഞാനൊരു ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ലെങ്ത്തിൽ വരുന്ന രീതിയിൽ, അതായത് ആ ഒരു ഡോണറ്റിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു A4 കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൂടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഇൻസുലേഷൻ ടേപ്പിന് ഓൾട്ടർനേറ്റീവായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഒരു സൈഡ് മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. ആ ഒരു സൈഡെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഈ ഒരു സ്റ്റെപ്പാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ആ ഒരു ലെങ്ത്തിൽ വരുന്ന ആ ഒരു പീസ് നമ്മുടെ ആ ഒരു ബർഗർ എന്ന വായിൽ വരുന്നത്, എന്താ പറയുക, ഡോണറ്റിനെ ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതൊന്ന് ആ ഡോണറ്റ് അതിൽ വെച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതി. നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സൈഡിലൂടെ കുറച്ച് എക്സസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ സൈഡ് അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുള്ളൂ. അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അത് ഇതുപോലെ നിൽക്കും. എന്നിട്ട് അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ബാക്കിൽ നമ്മൾ വെച്ച ആ ഒരു പീസ് അവിടെയും ഒന്ന് വെച്ച് കൊടുക്കുക. അത് ഫുള്ള് കവർ ചെയ്യാതെ കുറച്ച് ബാലൻസ് വെക്കാം. നമുക്കതിൻ്റെ ഉള്ളിലൂടെ സ്പോഞ്ച് ഇടാനുള്ളതാണ്. എനിക്ക് സ്പോഞ്ച് ഒന്നും കിട്ടിയില്ല. ഉണ്ടായിരുന്ന സ്പോഞ്ചൊക്കെ എവിടെയാണോ. പിന്നെ ഇതിനെ തപ്പി പിടിച്ച് പിടിക്കാനുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് പേപ്പറല്ല, പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ക്വിഷിയുടെ ആ ഒരു സെയിം തന്നെ കിട്ടുന്നുണ്ട്. സ്പോഞ്ച് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതൊന്നും ബുദ്ധിമുട്ടല്ലാതെ എന്തൊക്കെയൊക്കെയോ അന്തം വിട്ട് പറയുന്നുണ്ട് ഞാൻ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക.
ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലോ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തലതിരിച്ചൊക്കെ പറഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ടോപ്പിങ്സ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ആ ഒരു സെയിം മെത്തേഡ് തന്നെ. നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്തു, പിന്നെ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതിന് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രീനോ ബ്രൗണോ എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് എന്തായാലും ടോപ്പിങ്സിൽ വേണ്ടത് അതിന് അതുപോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുഞ്ഞു ഡോണട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കീ ചെയിൻ അല്ല, മറ്റേ പിന്നെ വെച്ചങ്ങാണ്ട് ഇങ്ങനെ കൊളത്തി വെക്കില്ല, എന്താ അതിൻ്റെ പേര്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഡോണട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സേഫ്റ്റി പിന്നും കൂടെ വെച്ചിട്ട് അവിടെ ഒന്ന് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് ഉള്ളിൽ വെക്കാനുള്ള മെയിനായിട്ടുള്ള സാധനങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വേണ്ടത് അത് വെക്കാനും ഒരു ബാഗ് വേണമല്ലോ. മെയിനായിട്ടുള്ള നമ്മുടെ ഡോണറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ബാഗ് ഞാൻ സെറ്റാക്കിയത്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആഘാതം കുറച്ച് കൂടിപ്പോയുണ്ട്. ആ നിലത്ത് വരെ അതിൻ്റെ പാടായിട്ടുണ്ട്. പോയാൽ മതിയായിരുന്നു ഇനി. അതൊന്ന് ബാഗൊന്ന് സെറ്റാക്കി വന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡും ഗമ്മ് ഒട്ടിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ആ ഒരു സ്ക്വിഷി അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലും ഒന്ന് ഗം ചെയ്ത് കൊടുത്തു. പിന്നെ ടോപ്പിങ്സിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പിങ്സ് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഞാൻ കുറച്ച് കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിങ്സ് ഇടാനും ഒരു ബാഗ് വേണമല്ലോ, അപ്പം അതിനും ഒരു ബാഗ് ഇതേപോലെ ടോപ്പിങ്സ് ഒന്ന് എഴുതിയത് തന്നെ സെറ്റാക്കി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുകളിൽ ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം, നമ്മളൊരു ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യു ഗോട്ട് എപ്പിക് കോമൺ ലെജൻഡറി ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പം അതാണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പിക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെച്ച ആ ഒരു പിന്നിൻ്റെ ആ ഒരു സംഭവം കൂടെ സർപ്രൈസ് എഴുതിയ ആ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ അതും കൂടെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തു. സോ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് A4 ഷീറ്റ് തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇൻസുലേഷൻ ടാപ്പ്, പിന്നെ കുറച്ച് കളേഴ്സ്, അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ ചെയ്ത സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിലും ഒന്ന് ഗം ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോലും അറിയാതെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടോ നമുക്ക് എന്താ കിട്ടിയത് അങ്ങനെ സർപ്രൈസ് ആയിട്ട് നോക്കാം. അതാണ് ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഷോർട്സ് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.